ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഗാർഡൻ സീരീസ് പാർട്ട് 4ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓൾറെഡി ഗാർഡനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു സൈഡിൽ ഫുള്ള് മൾച്ചും മറ്റു സൈഡിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോൺസും അതിൻ്റെ ഒപ്പം തന്നെ ബ്രിക്സിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ വെക്കാനുമാണ് എൻ്റെ പ്ലാൻ. അതാകുമ്പോൾ നമുക്ക് ചെടി പ്രത്യേകം വെക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. എന്നാൽ പെബിൾസ് സ്റ്റോൺസ് അത്രയും നമുക്ക് വേണ്ടി വരുത്തുമില്ല. അതുപോലെ നമുക്ക് ഈ സ്റ്റോൺസൊക്കെ കഴുകണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഒരുപാട് സ്റ്റോൺസ് ഉള്ളത് കൊണ്ട് പിന്നെ നല്ല മഴക്കോളും അതിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പം നല്ല മഴയ്ക്ക് സാധ്യതയുള്ളപ്പോൾ പിന്നെ ഞാൻ കഴുകണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഡയറക്റ്റ് അങ്ങ് ഇട്ടത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു കഴുകിയിരുന്നെങ്കിൽ ഇച്ചിരി ഭംഗിയായതിനെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മഴ പെയ്തപ്പോഴും അതിൻ്റെ ഒരു സൈഡ് മാത്രമേ അത് വൃത്തിയായുള്ളൂ. സോ എപ്പോഴും ഈ സ്റ്റോൺസ് വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ സ്റ്റോൺസ് ഉള്ളവർ എപ്പോഴും അതൊക്കെ കഴുകിയിട്ട് യൂസ് ചെയ്താൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ എനിവേ ഞാനത് ഫുള്ള് പാകിയത് കൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് കഴുകാൻ നിന്നില്ല. സോ സ്റ്റോൺസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബ്രിക്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഒത്തിരി നോക്കി. പക്ഷേ എനിക്കിപ്പം ഇഷ്ടപ്പെട്ടത് ആ ഒരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ബ്രിക്സിനെ അങ്ങനെ അറേഞ്ച് ചെയ്തത്. അതിന് പകരം നമുക്ക് പേവർ സ്റ്റോൺസ് ഉണ്ട്, അതിന് പ്രത്യേകം ഈ വിരിക്കുന്ന സ്റ്റോൺസ് ഉണ്ട്. അത് ഇച്ചിരി മുറ്റമുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഞാനത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്, അത് നമുക്ക് മുറ്റമില്ലാത്തതുകൊണ്ടും ഞാനത് വാങ്ങിയില്ല. നോർമലി നമുക്കിങ്ങനെ തന്നെ ഞാനൊരു ചെറിയൊരു എന്താ പറയുക സ്ക്വയർ ഇങ്ങനെ ഒരു ഡയഗണൽ വെച്ചിട്ട് അങ്ങനൊരു ഡിസൈനാണ് കൊടുത്തത്. വേണ്ടവർക്ക് നമുക്ക് വിരിക്കുന്ന കല്ലും മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ സ്റ്റോൺസ് ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന പ്രത്യേകം സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം എനിക്കിപ്പം ബ്രിക്സ് അധികം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അതുപോലെ നമ്മൾ ഗാർഡൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ ചെടികൾ നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാനും പറ്റും. അതായത് ഏതൊക്കെ ഫ്ലവർ ഇഷ്ടപ്പെട്ടതൊക്കെ ഒത്തിരി പല തരത്തിലുള്ള റോസസും പലതരത്തിലുള്ള ഫ്ലവേഴ്സും ഇവിടെ ഉണ്ട്. എനിക്ക് ഇവിടെ ഫ്ലവേഴ്സ് അങ്ങനത്തെ പ്ലാന്റ്സ് അങ്ങനെ മേടിക്കാൻ പറ്റിയില്ല. പകരം ഞാൻ നേരത്തെ തന്നെ കുറച്ച് സീഡ്സ് ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരുന്നു ഫ്ലവേഴ്സിൻ്റെയൊക്കെ. അങ്ങനെ അതിപ്പം അതുകൊണ്ട് എനിക്കത് ഫ്ലവറിൻ്റെ ഒന്നും വെക്കാൻ പറ്റിയില്ല. സോ അതിൻ്റെ വീഡിയോ പുറകാലം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഫൈനലൈസ് ആക്കണം.